അപ്പോൾ ഇത് അതുലിൻ്റെ BS6 മോഡൽ വാഹനമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ബ്രേക്ക് ഡൗൺ സർവീസായിട്ട് ചെയ്യുന്നൊരു വർക്കാണ്. അപ്പോൾ ഇത് കസ്റ്റമർ കംപ്ലയിൻറ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് CNGയിലേക്ക് മാറ്റിയാലേ CNGയിൽ ഓടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഓടിച്ചാൽ തന്നെ 2 കിലോമീറ്റർ കഴിയുമ്പോഴത്തേനും മിസ്സിങ് കാണിച്ചിട്ട് വാഹനം ഓഫായി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോഴത്തേനും ഇഞ്ചക്ടറിൻ്റെയാണ് പ്രോബ്ലം വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഞ്ചക്ടർ മാറ്റിയിട്ട് കംപ്ലയിൻറ്റ് തീർത്ത് കസ്റ്റമർക്ക് കൊടുക്കണം. അപ്പോൾ ഇഞ്ചക്ടർ അഴിക്കാനായിട്ട് ആദ്യം തന്നെ CNG വരുന്ന പൈപ്പിൻ്റെ ക്ലിപ്പ് ഊരിയിട്ട് പൈപ്പ് റിലീസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇഞ്ചക്ടറിൽ സോക്കറ്റും വയർ വരുന്ന സോക്കറ്റും ലൂസ് ചെയ്യണം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിപ്പ് പോലെ പൊക്കിയെടുത്തിട്ട് ലൂസ് ചെയ്യാവുന്ന ഒരു സോക്കറ്റാണ്. അതുതന്നെ പൈപ്പ് നമുക്ക് ലോക്ക് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോരുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഊരിക്കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇഞ്ചക്ടറിനൊരു ലോക്ക് ഉണ്ട്, ചെറിയൊരു ക്ലിപ്പ് പോലെ ഇരിക്കണം. അപ്പോൾ പ്ലെയറിനെ നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ പ്ലെയറിന് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഈ കാണുന്നതാണ് അതിൽ വരുന്ന ലോക്ക്. അപ്പോൾ അത് ഊരി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഞ്ചക്ടർ ജസ്റ്റ് ഒന്ന് തിരിച്ചിങ്ങനെ മുകളിലേക്ക് പൊക്കിയെടുക്കാവുന്നുള്ളൂ. അല്ല, ഇഞ്ചക്ടർ ഊരിപ്പോന്നു. ഇനി നമുക്ക് പുതിയ ഇഞ്ചക്ടർ വെക്കണം. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു പാർട്ട് നമ്പറിൽ വരുന്ന പുതിയ മോഡൽ ഇഞ്ചക്ടറാണുള്ളത്. നമുക്ക് ഇതിൽ സൂട്ടാക്കാൻ പറ്റും. അപ്പോൾ ഫിറ്റിങ്സ് ഒന്നും വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതാണ് പുതിയ ഇഞ്ചക്ടർ. അതിൻ്റെ ലോക്ക് വന്നേക്കുന്നുണ്ടോ. അപ്പോൾ അത് ഊരിയെടുക്കണം. അത് ഊരിയെടുത്തിട്ട് ഈ ഒരു പിസ്റ്റൺ വരുന്നത് നമുക്ക് ഇവിടെ വെച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇഞ്ചക്ടർ മാത്രം ഇവിടുന്ന് ഫിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചു നോക്കണം. ഓടിച്ച് നോക്കി കംപ്ലയിൻറ്റ് തീർത്തിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് വേണം നമുക്ക് പിസ്റ്റൺ മാറ്റാനായിട്ട്. അപ്പോൾ അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോക്ക് ഇടാം. അപ്പോൾ ലോക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ആംഗിളിലേക്കാണോ വേണ്ടത് ആ ഒരു ആംഗിളിലേക്ക് നമുക്ക് ഈ ഇഞ്ചക്ടറിനെ തിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് CNG വരുന്ന പൈപ്പ് ഹോസ് നമുക്ക് ഇതിലേക്ക് പിടിപ്പിക്കാം. അപ്പോൾ അത് കയറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇഞ്ചക്ടറിൻ്റെ ലൈൻ, അതിൻ്റെ സോക്കറ്റ് നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്ക് ആയിക്കോളും. അപ്പോൾ ഓക്കെ, ഇഞ്ചക്ടറിൻ്റെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. അടിച്ചോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു.